മുണ്ടക്കൈക്ക് മുകൾ ഭാഗം വരെ, അതായത് പുഞ്ചിരിമുട്ടയ്ക്ക് മുകൾ ഭാഗത്ത് നിന്ന് ആരംഭിച്ച പരിശോധന ഇപ്പോൾ മുണ്ടക്കൈയുടെ തൊട്ട് മുകൾ ഭാഗത്ത് വരെ എത്തി നിൽക്കുകയാണ്. താഴെ മുണ്ടക്കൈ ടൗൺ കാണാം, ടൗൺ നിന്ന പ്രദേശം കാണാം. ഇപ്പോൾ ടൗണിൽ നിന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആർമിയുടെ നേതൃത്വത്തിൽ കേരള പോലീസും ഫയർഫോഴ്സും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ഈ സംഘത്തിലുണ്ട്. അതിനൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അവരെല്ലാം ഈ പാറക്ക് ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം, വീടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ വീടുകളെല്ലാം ചെളിയിൽ പൂണ്ടുപോയി. മാത്രമല്ല വലിയ പാറക്കല്ലുകൾ ഇതിന് മുകളിൽ കിടക്കുകയാണ്. ഈ പാറക്കല്ലുകൾ നീക്കി അടി പരിശോധിക്കുക ദുഷ്കരമാണ്. ഒരു കമ്പിയൊക്കെ ഇട്ട് ഇവർ കുത്തി നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരീരങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു അനുമാനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചിതറി നിന്നുകൊണ്ട് അവർ പരിശോധന നടത്തുന്നത്. ഞങ്ങൾ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് നമുക്ക് പറയാവുന്ന സ്ഥലത്ത് വരെ പോയി. അവസാനത്തെ വീട് വരെ പോയിരുന്നു ഞാൻ നേരത്തെ. അവിടെ അതിദാരുണമായ കാഴ്ചയാണ്. ഒരുപാട് വീടുകൾ അവിടെ തകർന്ന് തരിപ്പണമായി കിടപ്പുണ്ട്, വാഹനങ്ങൾ കിടപ്പുണ്ട് അവിടെ. പക്ഷേ അവിടെ ജനങ്ങൾ കൂടുതലും ഈ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് അവിടെ ആ വീടുകളിൽ നിന്നൊക്കെ മാറിയിരുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. അവരൊക്കെ അധികം പേരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയെല്ലാം സെർച്ച് നടത്തി, അവിടെ നിന്നും ശരീരങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ സെർച്ച് സോൺ തിരിച്ചാണ് സെർച്ചെങ്കിലും ഇവർ ഓരോ സോൺ കഴിഞ്ഞ് ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും താഴേക്ക് പോവുകയാണ്. മുകളിൽ ഭീകരമായ കാഴ്ചകളാണ്. കാരണം അവിടെ ഭൂമി ഇങ്ങനെ പിളർന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള മലയിൽ നിന്നാണ് ഈ ഉരുള് ആരംഭിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ മുതൽ വീടുകൾ ആരംഭിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കരയിൽ റിസോർട്ടുകളുണ്ട്. അവിടെ ഏലക്കാടാണ്. ഇപ്പുറത്തെ ഞാൻ നിൽക്കുന്ന സൈഡിൽ ഈ കാപ്പി കൃഷിയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അതിനിടയിലെല്ലാം വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ മേഖല പരിശോധിച്ച് ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഇവർ താഴേക്ക് പോവുകയാണ്. ഇനി മുണ്ടക്കൈ ടൗൺ പ്രദേശം വരെ പരിശോധന നടത്താനാണ് തീരുമാനം. നേരത്തെ ADGP MR അജിത് കുമാർ അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു. അതിനൊപ്പം ആർമിയുടെ ഓഫീസേഴ്സും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് NDRFൻ്റെ IG നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ദുഷ്കരമായ ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ദുഷ്കരങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. കാരണം അത്രയും പാറക്കല്ലുകളാണ്. ഈ പാറക്കല്ലുകൾ ഒരു യന്ത്രസഹായത്തോടെ ഒന്നും നീക്കം ചെയ്യാൻ കഴിയില്ല. ഈ പാറക്കല്ലുകൾ വീട് കിടക്കുന്ന സ്ഥലത്തൊക്കെ വീടുകളും റിസോർട്ടും അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനടിയിൽ ഈ ഇവിടെയൊക്കെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് കുറേ ആൾക്കാർ മാറിപ്പോയതാണ്. പക്ഷേ കുറേ ആൾക്കാർ വീടുകളിൽ തന്നെ തങ്ങുകയും ചെയ്തിരുന്നു. അവരൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ള അനുമാനത്തിൽ ഇവിടെ നാട്ടുകാർ കുറച്ച് ആൾക്കാർ ഇവിടെ മിസ്സിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കണ്ടോ, ഞാൻ നിന്നപ്പം മഴയില്ലായിരുന്നു. പെട്ടെന്നാണ് ഇവിടെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ശക്തമായ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ട്രീമുകൾ ഉണ്ടാവുകയും അത് താഴേക്ക് കുത്തിയൊലിച്ച് പോവുകയും അങ്ങനെ ഉരുളമല പുഴയിലേക്ക് വലിയ വെള്ളമായിട്ട് എത്തുകയും ചെയ്യും.